وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സനാബിൽ ഗ്രൂപ്പിലെ അഡ്മിൻ അംഗങ്ങളെ, സനാബിൽ ഗ്രൂപ്പിലെ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിൽ തുടങ്ങി 114-ാമത്തെ അധ്യായമായ സൂറത്തുൻ നാസിൽ എത്തി നിൽക്കുകയാണ് നാം ഇന്ന്. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് എടുത്തു തന്ന ബഹുമാന്യനായ ഉസ്താദ് സലീം മൗലവി അവർക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് പിന്നിൽ കഠിനമായ പ്രയത്നമാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഏറ്റെടുത്തത് വലിയൊരു ത്യാഗം തന്നെയായിരുന്നുവെന്ന് ആവർത്തിച്ചും ആവേശത്തോടെയും പറയേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിലേക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കി അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നൽകിയ ബഹുമാന്യ പണ്ഡിതനും സനാബിൽ ഖുർആൻ പഠന ഗ്രൂപ്പിലെ അമരക്കാരനുമായ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സുല്ലമി അവരെ വിസ്മരിക്കുക സാധ്യമല്ല. അതോടൊപ്പം ആ ചോദ്യാവലികൾ പോസ്റ്റ് ചെയ്യുവാനും ഉത്തരങ്ങൾ കണ്ടെത്തുവാനും അതിൻ്റെ വാല്യുവേഷൻ നടത്തുവാനും അവരോടൊപ്പം ഉണ്ടായിരുന്ന സിദ്ദീഖ് സാഹിബ്, അദ്ദേഹത്തെയും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, നാം തുടരുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായമായ സൂറത്ത് യൂനുസിലൂടെയാണ് നാം സഞ്ചരിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നാം ഉള്ളത്. അതിൻ്റെ പ്രാരംഭമെന്ന നിലയ്ക്ക് പ്രാരംഭ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് അല്പം നമുക്ക് സംസാരിക്കാം. നാം ഒരു ഗ്രന്ഥം വായിക്കുകയും അതിൻ്റെ ഉള്ളടക്കം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചേക്കാം. അതിൻ്റെ എഴുത്തിൻ്റെ ഘടനയും വാചകഘടനയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി വായിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിൽ പുതുതായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു അനുബന്ധ ആശയങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതിൽ നിന്നും ഒന്നും തിരഞ്ഞെടുക്കാൻ കിട്ടുകയുമില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഖുർആൻ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ തലമുറകളിലൂടെ നമുക്ക് പകർന്നു നൽകിയ വിജ്ഞാനങ്ങൾ ഒരു കാലഘട്ടത്തിലെ മാത്രം സംഭാവനകളായിരുന്നില്ല. ഓരോ തലമുറകളും അവരവരുടെ നിരീക്ഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ആവാഹിച്ചെടുത്ത വിജ്ഞാനങ്ങൾ തന്നെയായിരുന്നു. ആ നിരീക്ഷണങ്ങളും പഠനങ്ങളും എങ്ങും അവസാനിക്കാത്തതും ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്നതുമാണ്. ഓരോ തലമുറകളിലൂടെയും വ്യത്യസ്തമായ പുതിയ അറിവുകൾ ഖുർആൻ ലോകത്തിന് സമ്മാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഖുർആനിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ എന്നെന്നും നിലനിൽക്കുന്നതും ലോകത്തിൻ്റെ മുന്നിൽ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നതും. ഈ തലമുറ കണ്ടെടുക്കാത്ത അറിവുകളായിരിക്കും അടുത്ത തലമുറ കണ്ടെടുക്കുക. ഖുർആൻ ഒരു വിജ്ഞാന സാഗരമാണ്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ, അറിവുകളെ വികസിപ്പിച്ചെടുക്കാൻ കാലങ്ങൾക്കനുസൃതമായ മനുഷ്യബുദ്ധിക്ക് അള്ളാഹു വികാസം കൊടുത്തുകൊണ്ടേയിരിക്കും. അത് മുസ്ലിമുകളിലൂടെ ആയിരിക്കണമെന്നില്ല, വ്യത്യസ്ത തലച്ചോറുകളിലൂടെ ആയിരിക്കും അത് സംഭവിക്കുക. അള്ളാഹു അലം.
അതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്ത്, അമാനുഷികത. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏതൊന്നിനെയാണോ ഖുർആൻ നന്മയായി പരിചയപ്പെടുത്തിയത്, അത് ഇന്ന് 2026 നന്മ തന്നെയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏതൊന്നിനെയാണോ ഖുർആൻ തിന്മയായി പരിചയപ്പെടുത്തിയത്, അതിന്നും തിന്മയായി തന്നെ നിലകൊള്ളുന്നു. അല്ലെന്ന് തെളിയിക്കാൻ ആരാലും ഈ നിമിഷം വരെയും സാധിച്ചിട്ടില്ല. അതാണ് ഖുർആൻ. ഖുർആൻ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വായിക്കാം, വേദനയോടുകൂടി വായിക്കാം, ഖേദത്തോടുകൂടി വായിക്കാം, ആശ്ചര്യത്തോടുകൂടി വായിക്കാം, വിസ്മയത്തോടുകൂടി വായിക്കാം, കരഞ്ഞു കണ്ണുനീർ കണങ്ങൾ ഉതിർത്തുകൊണ്ട് വായിക്കാം, അഥവാ പാരായണം ചെയ്യാം. അത് ഖുർആനിൽ നമ്മിലുണ്ടാക്കുന്ന പ്രതിഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. അഥവാ ഖുർആന്റെ ഭാഷ്യം നാം അറിഞ്ഞിരിക്കണമെന്നർത്ഥം. പരിശുദ്ധ ഖുർആന്റെ അർത്ഥം നാം അറിയുമ്പോഴാണ് അത് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നതും. സൂറത്തുൽ ഫാത്തിഹ നമുക്കെല്ലാം അറിയുന്ന ഒരു അധ്യായമാണ്. നമസ്കാരത്തിൽ മാത്രമായി 17 പ്രാവശ്യം നാം പാരായണം ചെയ്യാനുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ നമസ്കാരത്തിൽ നമ്മൾ ഒരുമിച്ച് പറയാറുണ്ട് ആമീൻ, അഥവാ നീ ഉത്തരം നൽകണമേ, നീ സ്വീകരിക്കണമേ എന്നർത്ഥം, എന്ന ആശയം. സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ് ദുആ. അതൊരു പ്രാർത്ഥന. അപ്പോൾ ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ചെറിയൊരു ഭാഗം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 3 വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആമീൻ എന്ന് അല്ലാഹുവിനോട് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒരു അപേക്ഷ എവിടെ കൊടുക്കുകയാണ്, ആ അപേക്ഷയുടെ താഴെ ഉപ്പ് വെക്കേണ്ടത്. ഉപ്പില്ലാത്തൊരു അപേക്ഷയും ആരും സ്വീകരിക്കാറില്ല. അപ്പോൾ അതിനർത്ഥം മുകളിൽ എഴുതിയതും പൂരിപ്പിച്ചതും തൻ്റെ അറിവോടെയാണെന്നും അതിലെ നിബന്ധനകളും നിർദ്ദേശങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ആ ഉപ്പ്. അതുപോലെയാണ് നാം ആമീൻ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് പറഞ്ഞിരിക്കുന്നു, അത് നീ ഉത്തരം നൽകണമേ എന്ന് നാം അവസാനം പറയുന്ന ആമീൻ. പക്ഷേ അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, യാ അബ്ദി, എൻ്റെ അടിമയെ നീ എന്താണ് എന്നോട് ആവശ്യപ്പെട്ടത്? എന്താണ് നിന്നോട് ഞാൻ ചോദിച്ചത്? നീ എന്നോട് ചോദിച്ചത് എന്തിനാണ് നിനക്ക് നാം ഉത്തരം നൽകേണ്ടത്? എന്താണ് നിനക്ക് നീ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയാൻ നമുക്ക് കഴിയുമോ? അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ നാം പാരായണം ചെയ്തത്? അർത്ഥം അറിഞ്ഞില്ല എങ്കിൽ ഖിയാമത്ത് നാൾ വരെ നാം ഫാത്തിഹയോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുക തന്നെ ചെയ്യും. ഖുർആനിലെ 3 കാര്യങ്ങളാണ് നാം അവിടെ സൂചിപ്പിച്ചു. 1 പ്രകീർത്തനമാണ്, 2 പ്രതിജ്ഞയാണ്, 3 പ്രാർത്ഥനയാണ്. ഈ 3 വിഷയങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് 3 നാം അറിയുമ്പോഴേ ആമീൻ എന്ന വാക്കിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഖുർആൻ നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ളവരെ, നാം പാരായണം ചെയ്യുന്ന ഓരോ ആയത്തിനും സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിനും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്, ഒരു കമന്റ് പറയുന്നുണ്ട്. ആദ്യമായി നമുക്ക് നോക്കാം പ്രകീർത്തനമാണ്. അള്ളാഹുവിനെ കുറിച്ച് നാം മഹത്വപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ. ആ 3 വചനങ്ങളാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഈ 3 വചനങ്ങൾ
ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹു പറയും. എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എനിക്ക് സ്തുതി പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. വീണ്ടും നാം പാരായണം ചെയ്യുന്നു മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു. അപ്പോൾ റബ്ബുൽ ആലമീന്റെ വിശേഷണങ്ങളാണ് റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണത്. ആ വിശേഷങ്ങൾ നമ്മൾ പറയുമ്പോൾ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എൻ്റെ പ്രതാപത്തെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 ആയത്തുകൾ നാം പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്, ഒരു കമൻറ്റ് പറയുന്നുണ്ട്. എൻ്റെ അടിമ എനിക്ക് സ്തുതി പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എൻ്റെ അടിമ എൻ്റെ പ്രതാപത്തെ അറിയിച്ചിരിക്കുന്നു. നോക്കൂ, എത്ര മഹത്തരമായ വചനങ്ങളാണ് റബ്ബിനെ കുറിച്ച് നാം പറയുന്നതെന്ന് നാം അറിയുന്നില്ല. അർഷിൽ ബോസ്തനായ റബ്ബ് അത് കേട്ട് സന്തോഷിക്കുകയാണ്. അവൻ്റെ അടിമ അവനെ പുകഴ്ത്തുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അടുത്തതായി നാം പറയാൻ പോകുന്നത് ഒരു പ്രതിജ്ഞയാണ്. എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നൊരു കരാറ് ചെയ്യാണ് അള്ളാഹുവിനോട്. അതൊരു എഗ്രിമെൻ്റാണ്, കരാറാണത്. ആ കരാറിനെ കുറിച്ച് നാം അറിയുന്നില്ല എങ്കിൽ ആ കരാർ പൊളിയാണ്, പൊളിഞ്ഞു പോകുക. ഇനി മൂന്നാമതായി നാം പറയാൻ പോകുന്നത് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥനയാണ്. മൂന്നാമത്തേത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ചേർക്കണമേ, കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പഴിച്ചുപോയവരുടെ മാർഗത്തിലുമല്ല, അല്ലാത്തവരുടെ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് മൂന്നാമതായി ഞാൻ പറയുകയാണ്. മൂന്നാമത്തെ കണ്ടന്റ് അതാണ്, പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞിട്ടാണ് നാം പറയുന്നത് ആമീൻ എന്ന്, അല്ലേ? എന്നിട്ട് ആ പ്രകീർത്തനം കഴിഞ്ഞ് എഗ്രിമെന്റ് എന്താണ്, പ്രതിജ്ഞയും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് അർത്ഥം അറിയില്ലെങ്കിൽ അള്ളാഹു നമുക്ക് പറയുന്ന കമന്റ് എന്തായിരിക്കുമെന്ന് അറിയോ? കദബ്, നീ കളവ് പറഞ്ഞു. നീ കളവ് പറയാണ്, കാരണം നീ മനസ്സറിയാത്ത കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അത് കളവല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും നാം അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അവിടെയാണ് അള്ളാഹുവായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നമസ്കാരത്തിലൂടെ നാം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതൽ സമയം നമുക്ക് ഇവിടെ ഇല്ല. കുറഞ്ഞ സമയത്തിന് ഇപ്പം തന്നെ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞു. ഉള്ള സമയത്തിനുള്ളിൽ എനിക്ക് അവസാനമായി ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, നാം പാരായണമുള്ള പ്രാർത്ഥനകളും ഖുറാത്തുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും സുജൂദിലും റുക്കൂഇലും കഴിഞ്ഞുള്ള പ്രാർത്ഥനകളുടെ അർത്ഥമെങ്കിലും നാം അറിഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് വേണ്ടത്, നീ എന്താണ് ആവശ്യപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ആ ചോദ്യം നമ്മളൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പ്രാർത്ഥനകളുടെ അർത്ഥമെല്ലാം അറിഞ്ഞ് കൊണ്ട് പ്രവർത്തിക്കാനും പാരായണം ചെയ്യുവാനും തൗഫീഖ് നൽകട്ടെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അമരക്കാരനായ ബഹുമാന്യ ഉസ്താദ് അബ്ദുറഹ്മാൻ സുല്ലമി അവർക്കും ഈ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്ന ക്ലാസ്സിൽ നമുക്ക് എടുത്തു തരുന്ന ബഹുമാന്യനായ നമ്മുടെ സലീം ഉസ്താദ് അവർക്കും ബാക്കി പുറകിൽ പുറകിൽ നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ അണിയറയിലുള്ള എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാവരെയും പരിശുദ്ധ ഖുർആന്റെ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഈ കൂടിക്കാഴ്ച സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ തുടർന്നുള്ള പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ക്ലാസ് എടുക്കുവാൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.